Good afternoon. Okay. 20-21 പേരേ ഉള്ളല്ലോ ക്ലാസ്സില്. ഇനിയിപ്പോ കുറച്ച് ഈ ഒരാഴ്ചയും കൂടി മാക്സിമം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പത്തേക്ക് നമ്മുടെ ടോപ്പിക്കുകളൊക്കെ ഏകദേശം അറിയാലോ, തീരാറായിട്ടുണ്ട്. അപ്പൊ മാക്സിമം ക്ലാസ് കളയല്ലേ, നിങ്ങൾ കയറുക കേട്ടോ. ഇനി ലീവ് എടുത്ത് എല്ലാവരും പഠിക്കാൻ തുടങ്ങിയിട്ടാണോ എക്സാമിന് വേണ്ടി? ഓക്കെ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പറഞ്ഞത് അല്ലെ. ഇപ്പൊ പവർ പോയിന്റ് നിങ്ങൾ ആരെങ്കിലും നോക്കിയായിരുന്നോ? നമുക്കതെ ഗൂഗിളില് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ലൈഡുകൾ കാണാൻ പറ്റും. അതിലെങ്ങനെ ചെയ്യണേന്നുള്ളതും ഒക്കെ അറിയാൻ പറ്റും. അതിനകത്ത് യൂട്യൂബിലാണെങ്കിലും ഇത് ചെയ്യേണ്ടത് അത് നോക്കി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ക്ലാസ് ഓൾറെഡി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് വേർഡും എക്സലും പവർ പോയിന്റും. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻസ് അവർക്ക് ഇഷ്ടം പോലെ ക്ലാസ്സുകൾ യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ട്. നമുക്ക് എങ്ങനെ അത് ഓരോ ഇത് ചെയ്യാൻ പറ്റും, അതിന് ബേസിക് ആയിട്ടുള്ളത്, ഇപ്പൊ വേർഡ് ബേസിക് ആയിട്ടുള്ളത് ഓരോ ടൂൾ ബാറുകൾ മുതൽ അത് പഠിപ്പിച്ചു തരും. നമുക്ക് ഓരോ സ്റ്റെപ്പുകൾ കാണിച്ചു തരും. അത് വെച്ചിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് പഠിക്കാം. ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടണ ആ ഒരു സമയം എന്തായാലും കമ്പ്യൂട്ടർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴും എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും ഇത് ഓരോന്നെടുത്ത് നമുക്ക് സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാം കേട്ടോ. അതൊന്ന് നിങ്ങളെടുത്ത് നോക്കുക. യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സുകളായിട്ട് അവർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കയറി നമുക്കൊന്ന് പ്രാക്ടിക്കല് നമുക്ക് കുറച്ചൊക്കെ ചെയ്ത് നോക്കാം. ഓക്കെ. ഇപ്പൊ നമ്മള് പവർ പോയിന്റിന്റെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. പവർ പോയിന്റ് എന്താണ്, എന്ത് സോഫ്റ്റ്വെയർ ആണ് പറഞ്ഞേ? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേരെ. കഴിഞ്ഞ ക്ലാസ്സിൽ അണ്ടർലൈൻ ചെയ്തായിരുന്നു അല്ലെ? അത് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോ അതിലൊരു ക്വസ്റ്റ്യൻ മിക്ക വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ 3 എണ്ണത്തിന്റെ ഏതെങ്കിലും നിങ്ങൾക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറഞ്ഞത് എന്ത് സോഫ്റ്റ്വെയർ ആ? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. വേർഡോ, നമ്മൾ ആദ്യം പഠിച്ച വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡ് എന്ത് ഇതായിരുന്നു? സോഫ്റ്റ്വെയർ ആയിരുന്നു, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും എങ്കിലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഏതാണ്? വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. നമ്മുടെ ഡോക്യുമെന്റ്സുകൾ ചെയ്യാന്, ഫയലുകളൊക്കെ ഓരോന്നും എടുത്ത് നമുക്ക് ഇത് ചെയ്യാനാണ്, ടൈപ്പ് ചെയ്യുന്നതൊക്കെയാണ് കൂടുതൽ അതിൽ വരുന്നത്. വേർഡാണ്, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ്. ദെൻ രണ്ടാമത്തെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഏത് സോഫ്റ്റ്വെയർ? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് പറഞ്ഞു അല്ലെ. നമുക്ക് സെമിനാറുകള്, പിന്നെ ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം. പിന്നെ പല ഫങ്ഷൻസ്, മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്കത് പ്രസന്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി വിഷ്വലി നല്ലൊരു ഫീലിങ്സ് കിട്ടും. നമുക്ക് അതിനകത്ത് നമ്മൾ വെറുതെ വാക്കുകൊണ്ട് പറയുന്നതിനേക്കാളും കൂടുതൽ വിഷ്വൽസുകളൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ചും കൂടി നമ്മുടെ പ്രസന്റേഷൻ കളർഫുൾ ആക്കാൻ പറ്റും ഈ പവർ പോയിന്റിൽ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ നമ്മുടെ ഗൈഡൊക്കെ പവർ പോയിന്റിലാണ് ചെയ്തേക്കുന്നത്. അതിന് പല പല സ്ലൈഡ് ഉണ്ട് അവിടെ. ആ സ്ലൈഡ് നമുക്ക് ഇഷ്ടമുള്ളത്, ആ സ്ലൈഡ് ലേഔട്ട് നമ്മൾ ഫീച്ചർ പറഞ്ഞത് അതിനകത്ത് പല പല സ്ലൈഡുകൾ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടുകൾ കൊടുത്ത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്ലൈഡ് ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ ടെക്സ്റ്റ് എന്താണ് അവിടെ. അസൈൻമെന്റ് ഒക്കെ നമ്മൾ സ്കൂളിലും ഇത് കോളേജിലൊക്കെ അസൈൻമെന്റ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അല്ലെ. അപ്പൊ അതിനകത്ത് അസൈൻമെന്റ് എന്നാണ് നമുക്ക് അത് ഹെഡിങ് കൊടുക്കുന്നത്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് സ്ലൈഡ് ലേഔട്ടിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്ലൈഡ് സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്താണോ മാറ്റർ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറഞ്ഞ എന്ത് സോഫ്റ്റ്വെയർ ആണ് ഓർക്കുക? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. ക്ലിയർ ആയോ? അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് 3 മാറി മാറി ചോദിക്കാറുണ്ട്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ, അതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ, ഇമേജ്, ഷേപ്പ്, ചാർട്ട്, ഇതെല്ലാം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്തിടാൻ പറ്റും. പിന്നെ സ്ലൈഡ് ഫോർമാറ്റിംഗ് ആണ് അടുത്തത്. ഒരു പറഞ്ഞ ഫോണ്ട്, അതിന്റെ കളറ്, ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ചേഞ്ച് ചെയ്തിടാൻ പറ്റും. പിന്നെ അടുത്ത മൂന്നാമത്തെ സ്ലൈഡ് ലേഔട്ട്. പലതരത്തിലുള്ള സ്ലൈഡില്, ലിറ്റിൽ സ്ലൈഡ്, പലതരത്തിലുള്ള സ്ലൈഡുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടന്റ് ഉള്ളത് വേണോ, കമ്പാരിസൺ സ്ലൈഡുകൾ വേണോ, രണ്ട് ഇത് സ്ലൈഡുകൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന രീതിയിൽ, രണ്ട് ടേബിളിലാക്കുന്ന രീതിയിലുള്ള സ്ലൈഡുകൾ ഉണ്ട്. പിന്നെ അതൊക്കെ പലതരത്തിലുള്ള സ്ലൈഡ് ലേഔട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അത് എന്തിനു വേണ്ടി അങ്ങനെ എടുക്കുന്നത്? സേവിങ് ദ ടൈം ആൻഡ് എഫേർട്ട് ഇൻ സ്ലൈഡ് ഡിസൈൻ.
സ്ലൈഡ് ഡിസൈനിൽ നമുക്ക് സമയമൊക്കെ ലാഭിക്കാൻ, നമുക്ക് ടൈം ലാഭിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ ഉണ്ടാക്കണം. ഇത് ഓൾറെഡി അവിടെ ഉണ്ട്, സ്ലൈഡ് അവിടെ ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ മാറ്റി മാത്രം അവിടെ ഇഷ്ടമുള്ള സ്ലൈഡ് നമ്മൾ എടുക്കുക, എന്നിട്ട് അവിടെ ബാക്ക്ഗ്രൗണ്ട് മാത്രം നമ്മൾ എഴുതി കൊടുത്താൽ മതിയാവും. അപ്പൊ നമ്മുടെ ടൈം സേവ് ചെയ്യാനായിട്ട് എഫേർട്ട്, നമുക്ക് എടുക്കുന്ന എഫേർട്ട് ഒക്കെ കുറയ്ക്കാൻ, സ്ലൈഡ് ഡിസൈനിൽ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ നാലാമത്തെ ഒരു ഫീച്ചറാണ് മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞത്. മൾട്ടിമീഡിയ പലതരത്തിലുള്ള ഇമേജുകൾ, മൾട്ടിമീഡിയ എലമെന്റ്സ് ലൈക്ക് ഇമേജുകൾ, ഓഡിയോ, വീഡിയോ, ഇതൊക്കെ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്തിടാൻ പറ്റും. അതാണ് പറഞ്ഞത്. പെർമിറ്റ് ദ ഇൻസർഷൻ ഓഫ് മൾട്ടിമീഡിയ എലമെന്റ്. ഇമേജുകൾ വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം, ഓഡിയോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കളർഫുൾ ആവും. നമ്മളത് പ്രസന്റേഷനിലും വീഡിയോസ് ഒക്കെ എടുത്തിടുകയാണെങ്കിൽ, ഇപ്പൊ ഹെൽത്ത് ഒരു സെമിനാർ ക്ലാസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഈ പവർ പോയിന്റിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഹെൽത്ത് ടിപ്സുകളൊക്കെ കാണിക്കുന്ന വീഡിയോ, അങ്ങനെ ചെറിയ വീഡിയോസ് ഒക്കെ ഇതിലേക്ക് കയറ്റിയിടാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമുക്ക് കുറച്ചും കൂടി നല്ലൊരു വിഷ്വലി നല്ലൊരു ഫീല് കിട്ടുന്നു. ഇന്ററാക്റ്റീവ് ആൻഡ് എൻഗേജിങ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് ഓവറോൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഗ്രൗണ്ട് ഫോർ ജനറേറ്റിംഗ് വിഷ്വലി അപ്പീലിംഗ് ആൻഡ് ഇമ്പാക്ട്ഫുൾ പ്രസന്റേഷൻ. നമുക്ക് കാഴ്ച, അത് എപ്പോഴും അങ്ങനെ അല്ലല്ലേ, നമുക്ക് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്ന ഇഷ്ടം അല്ലെ. പണ്ടൊക്കെ റേഡിയോയിൽ ഉണ്ടായിരുന്നു ചലച്ചിത്ര ശബ്ദരേഖ എന്ന് പറഞ്ഞ സിനിമയുടെ ശബ്ദരേഖ മാത്രം കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്കത് അത്ര ഇതില്ല. പക്ഷെ എന്നാൽ നേരെ മറിച്ച് സിനിമയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആണ്. മറ്റേത് നമുക്ക് സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ, വിഷ്വൽ ഇല്ല അല്ലെ. നമുക്ക് അത് തന്നെയല്ലേ ഇഷ്ടം, സിനിമ കാണുന്നതല്ലേ. ഇപ്പൊ ഒരു സിനിമയുടെ ഒരു കഥ പറഞ്ഞ് കേൾക്കുന്നതിനേക്കാൾ നമുക്കത് റിയലായിട്ട് കാണുന്നതാണ് നമുക്ക് കൂടുതൽ ഇത് അല്ലെ. അപ്പൊ കുറച്ചും കൂടി നമ്മളുടെ ആ പ്രസന്റേഷൻ എന്താക്കാൻ പറ്റുന്നു, എഫക്റ്റീവ് ആക്കാൻ ഈ സ്ലൈഡ് പവർ പോയിന്റിലൂടെ സഹായിക്കുന്നു. പിന്നെ അടുത്ത പറഞ്ഞേക്കുന്നത് ആപ്ലിക്കേഷൻ, എവിടെയൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഈ പവർ പോയിന്റ് യൂസ് ചെയ്യണേ എന്നുള്ളത്. ഇത് നമ്മൾ പറഞ്ഞായിരുന്നോ? എത്ര പോയിന്റ്സ് പറഞ്ഞു? ഓക്കെ, പെട്ടെന്നൊന്ന് പറയാം. പവർ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാ വൈഡ്ലി യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഫോർ points പറഞ്ഞില്ല. ഓക്കെ, പവർ പോയിന്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. മൈക്രോസോഫ്റ്റ് PowerPoint is widely used in hospital for medical education and training programs. Medical education training programs PowerPoint use ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. This make the healthcare professional able to create visually engaging presentation, give out literature. നമുക്ക് പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ, വർക്ക്ഷോപ്സുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ provide teaching material for two staff members, medical students and patients. നമുക്ക് ടീച്ചിങ് മെറ്റീരിയൽ സ്റ്റാഫ് മെമ്പേഴ്സിന്, മെഡിക്കൽ സ്റ്റുഡൻസിന്, പേഷ്യൻസ് ഒക്കെ ടീച്ചിങ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ ടീച്ചിങ് നമുക്ക് ഇതിലൂടെ കൊടുക്കാം. അപ്പൊ കുറച്ച് വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തി ക്ലാസ്സുകളാകുമ്പോൾ അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, അവർക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാനും പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഫീല് കൊടുക്കാനൊക്കെ പവർ പോയിന്റ് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അതിനകത്ത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ക്ലിനിക്കൽ പ്രസന്റേഷൻ. PowerPoint is generally employed for clinical presentation, conference and rounds in hospital. എവിടെയാണ് ഉപയോഗിക്കുന്നത്? Okay, Microsoft PowerPoint is generally employed for clinical ചികിത്സാപരമായിട്ടുള്ള presentation, ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതിന്. ഇപ്പൊ നമ്മളൊരു അസുഖം വന്നു, അതിന് ക്ലിനിക്കൽ എന്തൊക്കെ ചികിത്സ എങ്ങനെയാണ് അതൊക്കെ പ്രസന്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മളൊക്കെ ഈ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് നേരെ ലൈവിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ അതങ്ങനെ ചികിത്സാപരമായിട്ടൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ഇങ്ങനെ മെത്തേഡൊക്കെ പ്രസന്റ് ചെയ്യണമെങ്കിൽ കോൺഫറൻസുകളിൽ ആൻഡ് ഹോസ്പിറ്റൽ റൗണ്ട്സ് ഇൻ ഹോസ്പിറ്റൽസ്, ഇവിടെയൊക്കെ നമ്മൾ ക്ലിനിക്കൽ പ്രസന്റേഷനും ഉപയോഗിക്കുന്നുണ്ട്. Physician and healthcare professional use it to display research finding, case studies, treatment protocol and clinical outcome to their co-workers, engaging knowledge sharing and professional advancement. Okay, അവരുടെ ഇനി ഇത് നമ്മൾക്ക് എന്താണ്? ഫിസിഷ്യൻ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ യൂസ്. അപ്പൊ ഫിസിഷ്യനും ഹെൽത്ത് കെയർ പ്രൊഫഷണലും ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്
യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാ? ടു ഡിസ്പ്ലേ റിസർച്ച് ഫൈൻഡിങ്, അവരുടെ റിസർച്ച് ഗവേഷണ കണ്ടെത്തലുകൾ ഡിസ്പ്ലേ ചെയ്യാൻ പവർ പോയിന്റിലൂടെ അവർക്ക് ഡിസ്പ്ലേ ചെയ്യാം. കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ചുള്ള ഒരു സംഘമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിശദമായിട്ടുള്ള ഒരു അന്വേഷണം, അതാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെയോ അതല്ലെങ്കിൽ സംഘത്തെ പറ്റിയുള്ള വിശദമായിട്ടുള്ള അന്വേഷണം. കേസ് സ്റ്റഡികളിൽ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളുകളിൽ ആൻഡ് ക്ലിനിക്കൽ ഔട്ട്കംസ് ടു ദർ കോവർക്കേഴ്സ്. പിന്നെ കേസ് സ്റ്റഡി, പ്രോട്ടോകോള്, ക്ലിനിക്കൽ ഔട്ട്കം എന്നിവ പ്രദർശിപ്പിക്കുന്നതിന് ഈ ഡോക്ടേഴ്സിനും ഹെൽത്ത് വർക്കേഴ്സിനും ഒക്കെ അവരുടെ കോവർക്കേഴ്സിനും ഒക്കെ ഈ പ്രസന്റ് ചെയ്യാനായിട്ട് പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഷെയർ ചെയ്യാനായിട്ട്, പിന്നെ എൻകറേജിങ്, പ്രോത്സാഹനം കൊടുക്കുന്ന, നോളജ് ഷെയറിങ്, അവർക്കുള്ള നോളജുകൾ പരസ്പരം ഷെയർ ചെയ്യാനായിട്ട്, ആൻഡ് പ്രൊഫഷണൽ അഡ്വാൻസ്മെന്റ്, പ്രൊഫഷണൽ പുരോഗതിക്കൊക്കെ വേണ്ടിയിട്ട് ഈ സ്ലൈഡ് ക്ലിനിക്കൽ പ്രസന്റേഷന് ഈ പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. ഇനി അടുത്ത് മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ. മാനേജിങ് ആൻഡ് ഭരണപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാനായിട്ട്, മീറ്റിങ്ങുകളൊക്കെ വരൂലേ, അങ്ങനെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ യൂസ് ഫോർ വാസ്റ്റ് മീറ്റിംഗ്, ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് സെക്ഷൻ. കണ്ടോ, ഹോസ്പിറ്റലിലെ മീറ്റിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭരണപരമായിട്ട് ഇതൊക്കെ നമ്മളൊരു മീറ്റിംഗ് ഒക്കെ നടത്തണമെങ്കിൽ, ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ പുതിയ പ്രൊജക്ടുകൾ കൊണ്ടുവരാൻ, അങ്ങനെയൊക്കെ ഉള്ള മീറ്റിങ്ങില്, ഡിപ്പാർട്ട്മെന്റൽ മീറ്റിങ്ങുകളിൽ സ്ട്രാറ്റജിക് പ്ലാനിംഗ് സെക്ഷൻ, തന്ത്രപരമായിട്ടുള്ള ആസൂത്രണ സെക്ഷനുകൾ, അതാ പറഞ്ഞ പുതിയ എന്തെങ്കിലും പ്രൊജക്ട് ഒക്കെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള മീറ്റിങ്ങുകളിലും ഈ പവർ പോയിന്റ് യൂസ് ചെയ്യാം. It assists in visualizing data, presenting reports and communicating organizational goals and policy in an effective manner. എന്തിനെ സഹായിക്കുന്നു? It assists in visualizing data. Data visualize ചെയ്യാൻ വേണ്ടിയിട്ട്, ഡേറ്റകൾ ദൃശ്യവൽക്കരിക്കാനും റിപ്പോർട്ട് അവതരിപ്പിക്കാനും, ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഓർഗനൈസേഷൻ ഗോൾ, ഒരു ഓർഗനൈസേഷന്റെ ഗോള്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ആൻഡ് പോളിസീസ്, ഗോൾസ് ആൻഡ് പോളിസി, ലക്ഷ്യങ്ങളും നയങ്ങളും ഒക്കെ ഒരു ഓർഗനൈസ് ചെയ്യാനും, പിന്നെ ഇതെങ്ങനെയാ ഒരു ഫലപ്രദമായ രീതിയിൽ ഇതൊക്കെ പ്രസന്റ് ചെയ്യാനും പവർ പോയിന്റ് യൂസ് ചെയ്യുന്നു. ഡേറ്റകൾ വിഷ്വലൈസ് ചെയ്യാൻ, ദൃശ്യവൽക്കരിക്കാനും, റിപ്പോർട്ടുകൾ, നമുക്ക് എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാനും, സംഘടനയുടെ ലക്ഷ്യങ്ങളും നയങ്ങളും ഒക്കെ, പോളിസികളൊക്കെ, അതിനൊക്കെ ഉള്ള ഫലപ്രദമായിട്ട് ആശയവിനിമയം നടത്താനും ഈ പവർ പോയിന്റ് യൂസ് ചെയ്യുന്നു. നിങ്ങൾ അതിന്റെ പോയിന്റ്സുകൾ മെയിൻ ആയിട്ട് നോക്കി വെക്കുക കേട്ടോ. പിന്നെ അടുത്തത് ഇത് തന്നെ പറഞ്ഞാൽ വിഷ്വൽ എയ്ഡ്സ് ഫോർ കോൺഫറൻസ് ആൻഡ് ഇവന്റ്. കോൺഫറൻസുകളൊക്കെ നടത്തൂലേ, അപ്പൊ അതിനെ ദൃശ്യവൽക്കരിക്കാനൊക്കെ പവർ പോയിന്റ് ഉപയോഗിക്കാം. Hospital often take part in conference, health fairs എന്ന് പറഞ്ഞാൽ ആരോഗ്യമേളകള്, കോൺഫറൻസില് ആരോഗ്യമേളകള് ആൻഡ് കമ്മ്യൂണിറ്റി ഇവന്റ്സ്, ഇതിലൊക്കെ ഈ ഹോസ്പിറ്റല് പങ്കെടുക്കുന്നുണ്ട്, എന്നിവയിലൊക്കെ ഹോസ്പിറ്റല് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അത് ഏരിയ കൂടെ നമുക്ക് കൊടുക്കാം, പവർ പോയിന്റിലൂടെ അവിടെ പ്രസന്റ് ചെയ്യാം നമുക്ക്. Hospital often take part in conference, health fairs and community events. ഹോസ്പിറ്റലിൽ പലപ്പോഴും കോൺഫറൻസുകളിലും ഹെൽത്ത് ഫെയർസ് എടുക്കുന്നുണ്ട്. പവർ പോയിന്റ് പെർമിറ്റ് them to create visually captivating presentation. Captivating എന്ന് വെച്ചാൽ എന്താ, ഒരു ആകർഷകമായിട്ടുള്ള ഒരു അവതരണം എന്നാണ്. Them to create visually captivating presentation to display their services, initiative and achievements. അപ്പൊ എന്തിനും പവർ പോയിന്റ് അനുവദിക്കുന്നു? Them to create visually captivating presentation, കാഴ്ചയില് ആകർഷകമായിട്ടുള്ള അവതരണം, to
ടു ഡിസ്പ്ലേ ദർ സർവീസസ്, അവരുടെ സേവനങ്ങള്, ഇനിഷ്യേറ്റീവ്സ്, സംരംഭങ്ങള്, അച്ചീവ്മെന്റ്സ്, അവരുടെ നേട്ടങ്ങള്, ഇതൊക്കെ ഒരു നല്ലൊരു കാഴ്ചയില് ഒരു ആകർഷകമായിട്ടുള്ള അവതരിപ്പിക്കാനായിട്ട് നമുക്ക് ഈ പവർ പോയിന്റ് യൂസ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, നമുക്ക് എപ്പോഴും നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഇതിനോടുകൂടിയാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധ, അല്ലെ? നമ്മളിങ്ങനെ ഇതൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ള് എഴുതി തന്നെ ഇട്ടാൽ നമ്മൾ ക്ഷമയോടുകൂടി എല്ലാ പോയിന്റ്സും വായിച്ചു നോക്കും. ചിലർക്ക് ഹെൽത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോഗ്രാംസുകൾ എന്തെങ്കിലും ആണ്, അപ്പൊ അതിൽ ഫുള്ള് റിട്ടേൺ ആണെങ്കിൽ നമ്മൾ എല്ലാ പോയിന്റ്സും സസൂക്ഷ്മമായിട്ട് വായിച്ച് മനസ്സിലാക്കും. കുറച്ചൊക്കെ വായിക്കൂലേ, പിന്നെ അത് കഴിഞ്ഞാൽ ആരും മെനക്കെടുക്കില്ല. എന്നാൽ ഇതുപോലെ നമ്മളൊരു കാഴ്ചയില് നമുക്ക് ആകർഷകമായ അവതരണം, അതായത് ഇത് ഒരു ചെറിയ വിഷ്വൽ ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് കണ്ടിരിക്കും, അല്ലെ? നമുക്ക് ഐഡിയ എന്താണ് പറയുന്നത് എന്നുള്ള ഐഡിയ മനസ്സിലാവും, എന്നാൽ നമുക്കത് കണ്ടിരിക്കാനും പറ്റും. ഈ പരസ്യങ്ങൾ അങ്ങനെയല്ലേ? പരസ്യത്തിൽ ആളുകൾ വന്ന് ഇവര് ചായയുടെ പരസ്യം അല്ലെങ്കിൽ കോഫിയുടെ ഇതാണെങ്കിൽ നമുക്ക് പലരും വന്ന് ആ കോഫി നല്ലതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴല്ലേ നമുക്കൊരു ഇഷ്ടം. അല്ലാതെ അതിന്റെ കുറച്ച് ക്വാളിറ്റി കാണിക്കുന്ന ഒരു പേജ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിക്കൂല. എന്നാൽ വിഷ്വലി നമുക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ആകർഷകമായിരിക്കുകയും ചെയ്യും, നമ്മൾ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കുകയും ചെയ്യുന്നു, അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് പറഞ്ഞേക്കുന്നത് പവർ പോയിന്റ് പെർമിറ്റ് ദം ടു ക്രിയേറ്റ് വിഷ്വലി ക്യാപ്റ്റിവേറ്റിംഗ് പ്രസന്റേഷൻ, കാഴ്ചയില് ആകർഷകമായിട്ടുള്ള അവതരണം, അവർക്കുടെ സർവീസുകൾ ഡിസ്പ്ലേ ചെയ്യാൻ ഇന്ന സേവനങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ ബസ്സിനും ഇതൊക്കെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ക്യാപ്ഷൻ പോലെ അവരുടെ ഹോസ്പിറ്റൽ കൊടുക്കുന്ന സർവീസുകള് ഇല്ലേ? പല ഹോസ്പിറ്റലിന്റെ ഒക്കെ ഇന്ന സേവനങ്ങൾ ഇന്ന ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഓരോ നമ്മള് മോഡേൺ ഹോസ്പിറ്റൽ അതിനൊക്കെ ഈ നമ്മള് ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ് ചെയ്യുന്ന കുട്ടികൾ എങ്ങനെയായാലും അല്ലെ, കുറെ നാൾ ചികിത്സിച്ച കുട്ടികൾ ഉണ്ടാവും. നമ്മൾ ആ ഒരു വിഷ്വലി കൂടിയാണ് അവിടെ പ്രസന്റ് ചെയ്യുന്നത്, അല്ലെ? വിഷ്വലി കൂടിയാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. റിപ്പോർട്ടുകൾ പ്രസന്റ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഓർഗനൈസേഷൻ, ഒരു ഹോസ്പിറ്റൽ പോളിസികളും നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്. ഇപ്പൊ അതിന്റെ ലക്ഷ്യം എന്താ? ഇപ്പൊ നമ്മൾ കുറച്ച് പോയിന്റ്സുകൾ എഴുതി വെച്ചാൽ ആരും ശ്രദ്ധിക്കൂല. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ വിഷ്വലി നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റും, ഓരോ പോളിസികൾ. അത് ഈ ആൻഡ് ഇഫക്റ്റീവ് മാനർ, ഒരു ഇഫക്റ്റീവായ സൗകര്യപ്രദമായിട്ടുള്ള ഫലപ്രദമായ രീതിയിൽ ഇതൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നു. ഈ പ്രസന്റേഷൻ നോക്കിയ ദീസ് പ്രസന്റേഷൻ എയ്ഡ് ഹോസ്പിറ്റൽ ടു അട്രാക്ട് പേഷ്യന്റ്. അപ്പൊ എന്ത് ചെയ്യുന്നു? പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യും, ഇല്ലേ? നമ്മൾ പലതും പരസ്യങ്ങൾ കണ്ടിട്ട് അങ്ങോട്ട് പോണേ, അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് പോലും വലിയ അറിവുണ്ടാവില്ല, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രസന്റേഷൻ എന്ത് ചെയ്യുന്നു? പ്രസന്റേഷൻ എയ്ഡ് ഹോസ്പിറ്റൽ ടു അട്രാക്ട് പേഷ്യന്റ്, ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യാൻ, ബിൽഡ് പാർട്ട്ണർഷിപ്പ് നിർമ്മിക്കാൻ, ആൻഡ് പ്രൊമോട്ട് ദെയർ ബ്രാൻഡ് നെയിം, അവരുടെ ബ്രാൻഡ് നെയിം പ്രൊമോട്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. These presentation aid hospital to attract patient, build partnership and promote their brand names. അവരുടെ ബ്രാൻഡ് നെയിം പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഹോസ്പിറ്റലിനെ സഹായിക്കുന്നു. ഇൻ ഷോർട്ട്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് എ മൾട്ടി ഫേസ്ഡ് ടൂൾ. എന്താണ്? ഇതൊരു ബഹുമുഖ ടൂളാണ്, മൾട്ടി ഫേസ്ഡ് ടൂളാണ്. യൂസ് Microsoft PowerPoint is a multi-faced tool used in hospital for medical education, clinical presentation, ചികിത്സാപരമായിട്ടുള്ള അവതരണത്തിന്, patient education, പിന്നെ administrative motives, ഉദ്ദേശങ്ങൾ, ഭരണപരമായിട്ടുള്ള ഉദ്ദേശങ്ങൾക്ക്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്, സംരംഭങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, റിസർച്ച് ഡിസ്മിനേഷൻ എന്ന് വെച്ചാൽ പ്രബന്ധങ്ങള്, ഗവേഷണ പ്രബന്ധങ്ങള്, ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്റ്റേണൽ ഇവന്റ് എക്സ്ട്രീംലി ഹാപ്പനിങ്. അപ്പൊ ഇതിനകത്ത് ബാഹ്യ സംഭവങ്ങള്, ആന്തരികമായിട്ടുള്ള ഒരു ആശയവിനിമയങ്ങള്, ഇതിനെല്ലാം നമ്മള് പവർ പോയിന്റ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്. ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കാം എവിടെയൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന്. മെഡിക്കൽ എഡ്യൂക്കേഷൻ, ക്ലിനിക്കൽ പ്രസന്റേഷൻ,
പേഷ്യന്റ് എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് മോട്ടീവ്സ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനിഷ്യേറ്റീവ്, സംരംഭങ്ങൾക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സംരംഭങ്ങളില്, റിസർച്ച് ഡിസ്മിനേഷൻ, റിസർച്ച് ഗവേഷണ പ്രബന്ധങ്ങളില്, ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ, ആന്തരിക ആശയവിനിമയങ്ങള്, ആൻഡ് എക്സ്റ്റേണൽ ഇവന്റ്സ് എക്സ്ട്രീംലി ഹാപ്പനിങ്. ഇറ്റ്സ് വിഷ്വൽ അപ്പീൽ. ഇതിന്റെ ആ വിഷ്വൽ അപ്പീല് മൾട്ടിമീഡിയ ക്യാപ്പബിലിറ്റീസ് ആൻഡ് എയ്സ് ഓഫ് യൂസ്, EASE, ease of use, make it an essential software. എന്തൊക്കെയാ അതിനകത്ത് പ്രത്യേകത നോക്കിയേ, എന്തൊക്കെയാ? വിഷ്വൽ അപ്പീൽ. നമ്മൾ പറഞ്ഞില്ല വിഷ്വൽ പ്രസന്റേഷൻ ആണ് പവർ പോയിന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വിഷ്വൽ അപ്പീല് മൾട്ടിമീഡിയ കേപ്പബിലിറ്റീസ്, ഒന്നിലധികം മീഡിയ, നമ്മൾ പറഞ്ഞില്ലേ പല ഇതിൽ ചെയ്യാൻ പറ്റും. മൾട്ടിമീഡിയ കേപ്പബിലിറ്റി ആൻഡ് എയ്സ് ഓഫ് യൂസ്, ഉപയോഗിക്കാനുള്ള എളുപ്പം, നമുക്കത് ഉപയോഗിക്കാനുള്ള എളുപ്പം, ഇതുകൊണ്ടൊക്കെ അതിനൊരു എസെൻഷ്യൽ സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഫോർ എഫക്റ്റീവ്ലി കണ്ടെയ്നിങ് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ വിത്തിൻ ഹോസ്പിറ്റൽ ആൻഡ് ബിയോണ്ട്. ഹോസ്പിറ്റലിനകത്തും അതിനപ്പുറമുള്ള ഇൻഫർമേഷൻ, ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ കൺവേയിങ് എന്ന് പറഞ്ഞാൽ എന്താ? കൈമാറുക. ഹോസ്പിറ്റലിനുള്ളിലും അതിന് അപ്പുറത്തുമുള്ള ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ, കൺവേ ചെയ്യാന്ന് വെച്ചാൽ കൈമാറുന്നതിന് ഒരു അത്യാവശ്യമായിട്ടുള്ള, ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ പവർ പോയിന്റ്. എന്തുകൊണ്ടൊക്കെയാ, എന്തൊക്കെ ഫെസിലിറ്റി അവിടെ കൊടുക്കുന്നത്? വിഷ്വൽ അപ്പീല്, ഇതിന്റെ ഒരു വിഷ്വൽ ആണെന്ന് പറഞ്ഞു. വിഷ്വൽ പ്രസന്റേഷൻ ആണ് നമ്മള് അങ്ങനെ ഒരു ആകർഷകമായിട്ട് എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അവതരണം. മൾട്ടിമീഡിയ ക്യാപ്പബിലിറ്റീസ്, ഒന്നിലധികം മീഡിയ യൂസ് ചെയ്യൽ, ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്. അപ്പൊ അങ്ങനെ മൾട്ടിമീഡിയ ക്യാപ്പബിലിറ്റീസ് ആൻഡ് എയ്സ് ഓഫ് യൂസ്, ഉപയോഗിക്കാനുള്ള എളുപ്പം, ഇതുകൊണ്ടൊക്കെ അതിനൊരു നല്ലൊരു എസെൻഷ്യൽ സോഫ്റ്റ്വെയർ ആണ്. ഈ കാരണം കൊണ്ടൊക്കെ ഇത് ഒരു എസെൻഷ്യൽ സോഫ്റ്റ്വെയർ ആണ്. ഇതിനാ നമ്മുടെ ഹോസ്പിറ്റലിനും ഉള്ളിലും അതിന് അപ്പുറത്തുമുള്ള ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ കൈമാറുന്നത് ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു എസെൻഷ്യൽ സോഫ്റ്റ്വെയർ ആണ്. അത്രയാണ് പവർ പോയിന്റിന് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷന് അത് ഉള്ളത് 3 അല്ലേ? ക്ലിനിക്കൽ പ്രസന്റേഷന്, മാനേജിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷന്, വിഷ്വൽ എയ്ഡ് ഫോർ കോൺഫറൻസ് ആൻഡ് ഇവന്റ്സ്. കോൺഫറൻസിന് ഒക്കെ നമുക്ക് പവർ പോയിന്റ് അപ്ലൈ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിന്. ക്ലിയർ ആയോ? അത് അതിന്റെ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് 3 ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ക്ലിനിക്കൽ ചികിത്സാപരമായിട്ട് എന്തെങ്കിലും പ്രസന്റ് ചെയ്യുന്ന പേഷ്യൻസിനൊക്കെ കാണിച്ചു കൊടുക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ പവർ പോയിന്റ് കൊടുക്കാം. വിഷ്വലി കുറച്ചും കൂടി അവർക്ക് ഇഷ്ടാവുമല്ലോ. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻസിന് അവരെന്തെങ്കിലും മീറ്റിങ്ങോ ഒക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിലൊക്കെ പല കാര്യങ്ങളും നമുക്ക് അതിന്റെ കൂടെ പ്രസന്റ് ചെയ്യാം, പവർ പോയിന്റിലൂടെ പ്രസന്റ് ചെയ്യാം. വിഷ്വൽ എയ്ഡ് കോൺഫറൻസിന് മറ്റുള്ള സംഭവങ്ങൾക്കൊക്കെ ഉള്ള ഒരു വിഷ്വൽ എയ്ഡ് ആയിട്ടും ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇല്ല എല്ലാവരും? എനിക്കാണെങ്കിൽ തൊണ്ട ഭയങ്കര വേദന എടുക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. മൈക്രോസോഫ്റ്റ് എക്സൽ. എക്സൽ ചെയ്തിട്ടുണ്ടോ? എക്സലിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ വീട്ടില് സിസ്റ്റം ഇല്ലാന്ന് വെച്ച് വിഷമിക്കണ്ട. നമ്മുടെ ഫോൺ ഉണ്ടല്ലോ, എല്ലാവർക്കും ഫോൺ ഉണ്ട് അല്ലെ? സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പൊ എല്ലാവരും ആ ഫോണിൽ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. ഈ സിസ്റ്റം വേണമെന്നില്ല, നമുക്ക് ഫോണിൽ കയറി മൈക്രോസോഫ്റ്റ് എക്സലിന് അടിച്ചു കൊടുത്ത ആ ഷീറ്റേ വരും. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ് ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ അത് പ്രാക്ടിക്കലി നമുക്ക് തന്നെ പഠിക്കാം, ആരുടെയും സഹായം വേണ്ട. അത് നമുക്ക് യൂട്യൂബിലാണെങ്കിലും കയറി കഴിഞ്ഞാൽ ഓരോ ക്ലാസ് വൈസ് ഉണ്ട്, അത് നോക്കി നമുക്ക് തന്നെ ഇരുന്ന് പഠിക്കാവുന്ന കാര്യമുള്ളൂ. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാനൊക്കെ ഇല്ലേ, അതിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആ ഷീറ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്കിയേ, ഇവിടെ കണ്ടോ നിങ്ങള്? കുറച്ച് ടാബുലർ ഫോർമാറ്റിലാണ് ടേബിളാ കൊടുത്തേക്കണേ, കണ്ടോ? നമ്മൾ വേർഡ് ഒക്കെ പറഞ്ഞെന്താ, വേർഡ് ഒക്കെ പ്ലെയിൻ ഡോക്യുമെന്റ് അല്ലായിരുന്നു, പ്ലെയിൻ ഷീറ്റ് അല്ലായിരുന്നു അവിടെ കണ്ടത്. വേർഡില് ഡോക്യുമെന്റ് അവിടെ കണ്ട, ഡോക്യുമെന്റ് 1, ഡോക്യുമെന്റ് 2 അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവിടെ. ഇവിടെ നോക്കിയേ, ഇവിടെ ഷീറ്റ് ആണ്, ഓരോ ഷീറ്റ് അവിടെ. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് പറഞ്ഞ ഷീറ്റാ. ആ ഷീറ്റിന്റെ ഉള്ളിൽ കണ്ടോ നമ്മൾ വരച്ചിടുന്ന കോളല്ലാതെ ഈ നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വരുന്ന പ്ലെയിൻ ഷീറ്റ് ആണ്. റോസും കോളം ഉണ്ട്. വിനോയ് ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, അവിടെ കുറേ റോസും കുറേ കോളം ഉണ്ട്. ഇപ്പൊ ഒരു 10 കുട്ടികളുടെ ചെയ്തിട്ടുണ്ട്. ജോബി മോൾ ജോസ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം അല്ലെ? അപ്പൊ അതിനകത്ത് കുറെ നമുക്ക് എന്താ തന്നേക്കുന്നത്, കുറെ കോളങ്ങൾ ഉണ്ട്, റോസും ഉണ്ട് കോളം ഉണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങള് ഇപ്പൊ
ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ നമുക്ക് കുട്ടികളുടെ മാർക്ക് സ്കോർ ഒന്ന് ഇതാകണം. പെർസെന്റേജ് ഓരോരുത്തരും കണ്ടുപിടിക്കണം. അപ്പൊ ഒരു കുട്ടിയുടെ പേരെന്ത് മലയാളത്തിന് കിട്ടിയ മാർക്ക്, ഇംഗ്ലീഷിന് കിട്ടിയ മാർക്ക്, അങ്ങനെ സയൻസ്, സോഷ്യൽ, ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ പറഞ്ഞ് മൊത്തം ഇപ്പൊ 7 സബ്ജക്ട് അല്ലെങ്കിൽ 6 സബ്ജക്ട് ആണെങ്കിൽ അതിന്റെ മൊത്തം ടോട്ടൽ കാണാനായിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കീബോർഡിൽ 50+, 40+, 30+, അങ്ങനെ ഓരോന്നും ആഡ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ഇങ്ങനെ നമ്മൾ ഫിനാൻസ്, കണക്ക് കാര്യങ്ങള്, നമ്മൾ ഈ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ, ഇതൊക്കെ നമ്മൾ ഈ എക്സൽ ഷീറ്റിൽ ഉപയോഗിക്കുന്നത് ചെയ്യുന്നത്. അതായത് വെച്ചാൽ ഇപ്പൊ നമുക്ക് അതിന്റെ പെട്ടെന്ന് നമുക്ക് അതിന്റെ ടോട്ടൽ കാണണമെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ആടൊന്നും ചെയ്യണ്ട. ഇപ്പൊ നമ്മൾ ആ കോളത്തിന്റെ ടോട്ടൽ കാണാൻ, മൊത്തം ഇംഗ്ലീഷിന് മൊത്തം മാർക്കിന്റെ ടോട്ടൽ കാണാൻ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മൊത്തം സബ്ജക്റ്റിന് കിട്ടിയ ടോട്ടൽ കാണാൻ എന്ത് ചെയ്യണം എന്നറിയോ? ആ റോയിൽ, ഇപ്പൊ റോയിൽ മൊത്തം കൂട്ടാനാണെങ്കിൽ ആ റോ മൊത്തം നമ്മൾ ഡ്രാഗ് ചെയ്യും, മൊത്തം സെലക്ട് സ്ക്രോൾ ചെയ്യാം. നമുക്കത് അതെന്ത് ചെയ്യണം? അത് മൊത്തം നമ്മൾ ഡ്രാഗ് ചെയ്യും, സെലക്ട് ചെയ്തിട്ട് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓട്ടോ സം എന്ന് പറയണേ. അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഫുൾ സം കിട്ടി, കണ്ടോ? എന്നിട്ട് പിന്നെ താഴെയുള്ള കുട്ടികളുടെ കാണണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയോ? പിന്നെ അടുത്ത ആക്കട അങ്ങനെ എടുക്കണ്ട, നേരെ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കിട്ടിയ ആ മൊത്തം കുട്ടികളുടെ മാർക്കിന്റെ ടോട്ടൽ നമുക്ക് കിട്ടും. ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാതെ. ഞാനൊക്കെ കമ്പ്യൂട്ടറിൽ PGDCA കോഴ്സ് ചെയ്തപ്പോഴൊക്കെ നമുക്ക് സാറ് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ഇതാണ്, നമ്മൾ കൂടുതൽ ഓഫീസുകളിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഇതാണ്, എക്സലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കണക്ക് കാര്യങ്ങൾ, കാൽക്കുലേഷൻ ഒക്കെ ഇതിനകത്ത് ചെയ്യുന്നത്. നമുക്ക് അല്ലെങ്കിൽ ഒത്തിരി എളുപ്പമുണ്ട്, നമ്മുടെ എഫേർട്ട് വളരെ കുറയ്ക്കാം. ഓരോന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? നമ്മൾ ഓട്ടോ സം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ സം കിട്ടും. താഴേക്ക് ഡ്രാഗ് ചെയ്താൽ എത്രയുണ്ടോ, ഒരു 100 കോളം ഉണ്ടോ, 100ന്റെയും പെട്ടെന്ന് സം കിട്ടും. മനസ്സിലാവുള്ള നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഡേറ്റ പ്രസന്റ് ചെയ്യാനാണ് മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിയേ, മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് എ സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. അണ്ടർലൈൻ ചെയ്തിട്ട്, സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. 3 കിട്ടിയോ? ഇത് 3 നിങ്ങൾക്ക് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ഓരോ പേപ്പറിലും മാറി മാറി ചോദിച്ചേക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മൈക്രോസോഫ്റ്റ് വേർഡ് ഏത് സോഫ്റ്റ്വെയർ ആണ്, എക്സൽ ഏതാണ്, പവർ പോയിന്റ് ഏതാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് മുന്നേ പഠിച്ചത് ഏത് സോഫ്റ്റ്വെയറാ? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആന്ന് പറഞ്ഞു, പ്രസന്റ് ചെയ്യാനായിട്ട്. ഇതെന്താണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്, മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് എ സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. അണ്ടർലൈൻ ചെയ്തോ? ആരെങ്കിലും ഒരാളെങ്കിലും തമ്പിട്ടോ. എനിക്ക് ഭയങ്കര തൊണ്ടവേദന എടുക്കണം, പക്ഷെ നിങ്ങളുടെ ക്ലാസ് മിസ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇത്രയേറെ റെസ്റ്റ് എടുത്തേനെ. ഒരാളൊന്ന് തമ്പിട്ടാ, അതിനൊക്കെ മനസ്സിലായോ അല്ലെങ്കിൽ ചെയ്തോന്ന് അറിയണ്ടേ, അതുകൊണ്ടാണ്. 3-4 ക്ലാസ്സുകളൊക്കെയാണ് ഇപ്പൊ നിങ്ങളുടെയൊക്കെ തീരാറായതുകൊണ്ടേ പല ബാച്ചുകളിലും കയറി ഇറങ്ങി ഇങ്ങനെ വന്നായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തൊണ്ട ഭയങ്കര പ്രശ്നം. ഓക്കെ, മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് എ സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ, അതൊരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്, ഡെവലപ്പ് ബൈ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വാസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഡേറ്റ മാനേജ്മെന്റ്, അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ. ഇത് എന്തിനു ഉപയോഗിക്കുന്ന? ഡേറ്റ. കണ്ടോ, ഡേറ്റ മാനേജ്മെന്റ് ആണ്, ഡേറ്റ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞില്ലേ കുറെ കുട്ടികൾ മാർക്ക് എഴുതണം, നമുക്ക് ഇതിന് ചെയ്യാം, എക്സൽ ചെയ്യാം, ടേബിൾ ഒന്നും വരയ്ക്കണ്ട, ഓൾറെഡി റോസും കോളംസും ഒക്കെ ഉണ്ട്, നമുക്ക് നേരെ ഡേറ്റ കൊടുത്താൽ മതി. അത്ര എളുപ്പമുണ്ട്. ഡേറ്റ മാനേജ്മെന്റ്, അതിന്റെ അനാലിസിസ്, വിശകലനം ചെയ്യുന്നതിന്, വിഷ്വലൈസേഷൻ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഷോർട്ട് നോട്ട് ഓൺ MS Excel. എക്സലിനെ കുറിച്ച് ഒരു ചെറിയ ഷോർട്ട് നോട്ട് അവിടെ കൊടുത്തേക്കുന്നത്. അതിന്റെ ഫസ്റ്റത്തെയാണ് സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ. സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം. നോക്കിയേ, എക്സൽ പ്രൊവൈഡ് എ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ഫോർ ജനറേറ്റിംഗ് ആൻഡ് ഓർഗനൈസിംഗ് ഡേറ്റ ഇൻ എ ടാബുലാർ ഫോർമാറ്റ്. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്, എക്സൽ പ്രൊവൈഡ് എ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. നമ്മൾ പറഞ്ഞല്ലോ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ജനറേറ്റിംഗ് സൃഷ്ടിക്കുക, ആൻഡ് ഓർഗനൈസിംഗ് സംഘടിപ്പിക്കുക, ഡേറ്റ ഇൻ എ ടാബുലാർ ഫോർമാറ്റ്. ഒരു ടേബിളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, റോസും കോളം ടാബുലാർ ഫോർമാറ്റ് ആണ്. ടേബിള് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. യൂസർ ക്യാൻ കൺഫേം
ശാന്തി പെട്ടെന്നല്ല അതിനൊരു തമ്മിട്ടു. ഓക്കെ, താങ്ക് യു. വീണ്ടും ചോദിക്കണേക്കായി മുന്നേ തന്നെ. ഓക്കെ, യൂസേഴ്സ് ക്യാൻ ഫോം വർക്ക്ഷീറ്റ്. ജോബി പറയുന്നുണ്ട്, കുഴപ്പമില്ല. വർക്ക്ഷീറ്റ്, ഇൻപുട്ട് ഡേറ്റ ആൻഡ് കസ്റ്റമൈസ് ദ ലേഔട്ട്, ഫോർമാറ്റിംഗ് ആൻഡ് ഫോർമുല ടു മീറ്റ് ദെയർ സ്പെസിഫിക് റിക്വയർമെന്റ്സ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയോ? ഇതിനകത്ത് നമ്മൾ ഇപ്പൊ ഉണ്ടല്ലോ ഈ ഡേറ്റസുകൾ, യൂസേഴ്സ് ക്യാൻ ഫോം വർക്ക്ഷീറ്റ്. നമുക്ക് വർക്ക്ഷീറ്റ് ഒക്കെ ഉണ്ടാക്കില്ല, ഓരോ ഷീറ്റ് ആയിട്ട് അവിടെ കിട്ടുന്നതൊക്കെ പറഞ്ഞില്ലേ? ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് വർക്ക്ഷീറ്റ് ഫോം ചെയ്യാനായിട്ട് ഡേറ്റകൾ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കയറ്റാൻ, ഇപ്പൊ നമ്മളൊരു 100 പേഷ്യൻസ് അവർക്കടെ ഡേറ്റാസ് ഒക്കെ നമുക്ക് അതിലേക്ക് കയറ്റി വെക്കാം അല്ലെ? ഇപ്പൊ നമ്മൾ നേരെ ചെല്ലുമ്പോൾ നമ്മുടെ എംബാർഡി അയച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ പേരുകളില്ലേ, പേരുകളിൽ തന്നെ എല്ലാവരും നമുക്ക് കിട്ടും. ആ നമ്പർ അടിച്ചു കൊടുത്താൽ ഫുള്ള് ഡീറ്റെയിൽസും അത് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇൻപുട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാം. ആൻഡ് കസ്റ്റമൈസ് ദ ലേഔട്ട്. കസ്റ്റം ചെയ്യാന്ന് വെച്ചാണ്ടോ ഡിസൈൻ ചെയ്യാന്നുള്ള മീനിങ് ആണ്. ലേഔട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. ലേഔട്ട് നമുക്ക് പല സൈസ് ഇതുണ്ട് ലേഔട്ട്. അതായത് നമുക്ക് 2 കണ്ടന്റ് വേണോ, കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ, പിക്ചർ വേണോ, അങ്ങനെയൊക്കെ നമുക്ക് അതിന്റെ ലേഔട്ട് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. ഫോർമാറ്റിംഗ്, ചേഞ്ച് ദ അപ്പിയറൻസ് ഓഫ് ദ ടെക്സ്റ്റ്. നമ്മൾ എഴുതുന്ന ടെക്സ്റ്റ് ഇല്ലേ, അതിന്റെ ഇത് ഫോർമാറ്റ് ചെയ്യാം. അതിന്റെ സൈസോ ഇതൊക്കെ മാറ്റി നമുക്ക് ഫോർമാറ്റ് മാറ്റി കൊടുക്കാം. ഏത് ലെറ്റേഴ്സിൽ വേണം, ചെരിഞ്ഞ് വേണോ, നേരെ വേണോ, അങ്ങനെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാം. ആൻഡ് ഫോർമുലാസ് ടു മീറ്റ് ദെയർ സ്പെസിഫിക് റിക്വയർമെന്റ്. പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇത് വർക്ക്ഷീറ്റുകള്, ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ, ലേഔട്ട് ഡിസൈൻ ചെയ്യാൻ, ഫോർമാറ്റിംഗ് ആൻഡ് ഫോർമുലാസ്. പിന്നെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇത് ചെയ്യുമ്പോൾ ഫോർമാറ്റിംഗ് ഫോർമുലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഫോർമുല ഇപ്പൊ ഓരോ ഈ കോളും ഇല്ലേ, അതിന് സെൽ എന്നാ പറയുന്നത്. സെല്ല്, CEL, സെല്ല്. അപ്പൊ നമുക്ക് സെൽ 1 സെൽ 2 2 സെല്ല് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? സെൽ 1 പ്ലസ് സെൽ 2. എന്നിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ തന്നെ റിസൾട്ട് കിട്ടും. വേറെ നമ്മൾ ഒത്തിരി ഒന്നും ചെയ്യണ്ട. സെൽ 1 പ്ലസ് സെൽ 2 അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് ചെയ്യാം. അങ്ങനെ ഫോർമുലാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഇത് നമുക്ക് എക്സൽ ഉപയോഗിക്കാം. അപ്പൊ ഫസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത്, സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ. അടുത്ത നോക്കി, ഡേറ്റ അനാലിസിസ്. എക്സൽ ഓഫേഴ്സ് എ വൈഡ് സ്കോപ്പ് ഓഫ് ഫംഗ്ഷൻ, formulas and data analysis tool that make the user able to carry out complex നമുക്ക് ഭയങ്കര കാൽക്കുലേഷൻസ് ഒക്കെ വന്നില്ലേ, സ്റ്റാറ്റിസ്റ്റിക് അനാലിസിസ്, complex calculation and mathematical operation on a large data sheet. ഉണ്ടോ? ഇതിനെ പറഞ്ഞേക്കുന്നത് ഇപ്പൊ നമ്മളെ ഒരു ഓഫീസിലെ മൊത്തം ആളുകളുടെ ഡേറ്റ കളക്ട് ചെയ്യാനോ അത് വേണ്ട. ഒരു ക്ലാസ്സിൽ 45 കുട്ടികളുണ്ട്. ആ 45 കുട്ടികൾക്ക് മാത്സിന് കിട്ടിയ മാർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ അങ്ങനെ വലിയ കാൽക്കുലേഷൻ, കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഇപ്പൊ ഓഫീസുകളിലൊക്കെ നമ്മൾ വലിയ വലിയ കണക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ എന്താ ഇതിനകത്ത് ലാർജ് ഡേറ്റ ഷീറ്റ് ചെയ്യാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, മൊത്തം സെലക്ട് ചെയ്യുക, ഓട്ടോസം കൊടുക്കുക, മൊത്തം അതിന്റെ ആഡ് ചെയ്ത് കിട്ടും. റിസൾട്ട് അപ്പൊ തന്നെ കിട്ടി. കണ്ടോ? അത്രയും വലിയ വലിയ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് സിംപ്ലി ടാസ്ക് ലൈക്ക് സോർട്ടിങ്. പിന്നെ എന്താണെന്നറിയോ, അതിനെ സോർട്ട് ചെയ്യാം, തരംതിരിക്കാം, ഫിൽറ്ററിങ് ആൻഡ് സമ്മറൈസിങ് ഡേറ്റ. ഒരു സമ്മറൈസ് ചെയ്യാം. മേക്ക് ഇറ്റ് എ നെസസറി ടൂൾ ഫോർ ഡേറ്റ ഡ്രൈവൺ ഡിസിഷൻ മേക്കിംഗ്. ഡേറ്റാധിഷ്ഠിത തീരുമാനങ്ങൾ എടുക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ടൂളാണിത്. ഡേറ്റാധിഷ്ഠിത തീരുമാനങ്ങൾ എടുക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ള ടൂള് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാലേ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ക്ലാസ്സില് കുറച്ച് കുട്ടികളുടെ അതില് ഇപ്പൊ നമ്മൾ ഫീസ് ഒക്കെ അടയ്ക്കൂലേ. അപ്പൊ നമുക്കൊരു സംശയം വന്നു, ഞാൻ കുട്ടി ആ ഫീസ് അടച്ചോ? നമ്മളൊന്ന് ചെന്ന് ജസ്റ്റ് പെട്ടെന്ന് ഓഫീസിൽ ചെന്ന് അവരോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ആ ക്ലാസ്സിൽ ഒരു 50 കുട്ടി ഉണ്ടെങ്കിൽ ആ പേര് പറയുമ്പോ 50 പേരിലും ആ കുട്ടി ഉണ്ടോന്ന് അവിടെ നിന്ന് നോക്കണം അല്ലെ? ഒന്നാമത്തെ പേര് ഒടുങ്ങി വായിച്ചു നോക്കണം ആ കുട്ടി എവിടെയാ വന്നേന്നുള്ളത്. അതിന് പകരം എന്താ, നമുക്ക് സോർട്ട് ചെയ്യാം. സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ തരംതിരിക്കാം. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, നമ്മൾ ആ ഫുള്ള് നമ്മളെ പേരുകൾ എന്ത് ചെയ്യണം, നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് സോർട്ടിങ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ സോർട്ട് ചെയ്ത് കിട്ടും. അതായത് എ വെച്ച് തുടങ്ങിയ കുട്ടികളുടെ ആദ്യം ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ബി വെച്ച് തുടങ്ങിയ കുട്ടികൾ, അടുത്ത സി സ്റ്റാർട്ട് ചെയ്തത്,
അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ശില്പ എന്നുള്ള ഒരു പേരാണ്, ആ കുട്ടി ഫീസ് അടച്ചോ എന്ന് നമുക്ക് നോക്കണം. എന്ത് ചെയ്താൽ മതി? ശില്പയുടെ SH 2 ലെറ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താ, നേരെ SH വരും. അപ്പൊ അവിടെ ശിൽജ, ശില്പ, അങ്ങനെ അങ്ങനെ SH തുടങ്ങുന്ന കുറെ പേരുകൾ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് എന്താ പെട്ടെന്ന് ഇപ്പൊ SHI ആണെങ്കിൽ നമ്മൾ 3 ലെറ്റർ അടിച്ചു കൊടുത്താൽ നമ്മൾ ആ സോർട്ടിങ് കറക്റ്റ് നമുക്ക് അവിടെ കൊണ്ടുവന്ന് നിൽക്കും. മനസ്സിലാവണ്ടേ നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെ നമുക്ക് സോർട്ടിങ് ഓപ്ഷനും അതിനകത്ത് വല്ല ഫിൽറ്റർ ചെയ്യാൻ, ഡേറ്റകൾ സമ്മറൈസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു നല്ലൊരു ടൂളാണ് ഇത് എക്സൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കാന്നുള്ള പാടല്ലേ. ഇത് സോർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. പിന്നെ അടുത്തതാണ് ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻ. ഫോർമുല എന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് ഡിസൈൻഡ് ബൈ ദ യൂസർ ഇൻ എക്സൽ, അതാണ് ഫോർമുലാസ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് എന്താണ്, പ്രീ ഡിഫൈൻഡ് കാൽക്കുലേഷൻസ് ആണ് ഫങ്ഷൻ. ഇപ്പൊ പറഞ്ഞില്ലേ നമ്മുടെ പല ഫോർമുല, സമ്മിനാണെങ്കിൽ അത് കാണാനുള്ളത്, പല ഫങ്ഷൻസും ഒക്കെ ഈ എക്സൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Excel extensive library of built-in formulas and functions permit users to carry out calculation on data ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. എക്സലിന്റെ ബിൽറ്റ്-ഇൻ ഫോർമുലാസ്, ഫംഗ്ഷനുകളുടെ വിശാലമായിട്ടുള്ള ഒരു ലൈബ്രറി ഡേറ്റയിൽ സ്വയം അപ്പൊ നമ്മൾ നേരെ ഡ്രാഗ് ചെയ്തിട്ട് സം കൊടുത്ത് അവിടെ കിട്ടി, ആൻസർ കിട്ടി നമുക്ക്. അതാണ് സ്വയമേ കണക്കുകൂട്ടൽ നടത്താനായിട്ട് യൂസേഴ്സിനെ അവിടെ അനുവദിക്കുന്നു. അപ്പൊ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പൊ റോയിലുള്ളത് മൊത്തം ആഡ് ചെയ്യണമെങ്കിൽ ആ റോ മൊത്തം സെലക്ട് ചെയ്തിട്ട് ഓട്ടോ സം എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ കിട്ടും, സം കിട്ടും. ഇനി താഴെയുള്ളത് കാണണമെങ്കിൽ നേരെ താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി, വലിച്ചാൽ മതി. അപ്പൊ ബാക്കിയുള്ള എല്ലാ ടേബിളിലുള്ളതിന്റെ സം അവിടെ കിട്ടും. ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എക്സൽ ഷീറ്റ് ഒന്ന് കയറി നോക്കുക കേട്ടോ. പിന്നെ അടുത്താണ് ഡേറ്റ വിഷ്വലൈസേഷൻ. എക്സൽ പ്രൊവൈഡ് സ്ട്രോങ് ചാർട്ടിംഗ് ടൂൾ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, എക്സല് ഒരു നല്ലൊരു ചാർട്ടിംഗ് ടൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് പെർമിറ്റ് യൂസേഴ്സ് ടു പുട്ട് ഫോർവേഡ് ഡേറ്റ യൂഷ്വലി ത്രൂ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർട്ട്, ഗ്രാഫ്സ് ആൻഡ് പിവോട്ട് ടേബിൾ. ഓക്കെ, ഡേറ്റ വിഷ്വലൈസേഷൻ. ഈ തന്നിരിക്കുന്ന ഡേറ്റാസ് ഒക്കെ നമുക്ക് ഇനി അത് ഗ്രാഫിലേക്ക് ആക്കണം, അല്ലെങ്കിൽ ഒരു പിവോട്ട് ടേബിളിലേക്ക് ചാർട്ടിലാക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം കൺവേർട്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഗ്രാഫ് വരച്ചിട്ടില്ലേ? മാത്സിന്റെ ഒക്കെ ലാസ്റ്റ് ചാപ്റ്റർ മിക്കവാറും ഇങ്ങനെ ഗ്രാഫും ഇതൊക്കെ ആയിരിക്കും. ചാർട്ട്, പൈ ചാർട്ട്, പലതരത്തിലുള്ള ചാർട്ടുകൾ, ബാർ ഡയഗ്രാം, അങ്ങനെയൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. എന്താ, നമുക്കത് എളുപ്പമല്ലേ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ അവിടെ ഡേറ്റ ഇങ്ങനെ ഷീറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു സ്കൂളിലേക്ക് ബസ്സിന് വരുന്ന കുട്ടികള് ഇത്ര പേര്, നടന്നു വരുന്ന കുട്ടികള് ഇത്ര പേര്, സൈക്കിളിന് വരുന്ന കുട്ടികള് ഇത്ര പേര്, ഓട്ടോറിക്ഷയ്ക്ക് വരുന്ന കുട്ടികൾ, ഇങ്ങനെ ഇത്ര പേര് എന്ന് പറഞ്ഞ ഒരു ചാർട്ടിലാക്കി. അങ്ങനെ നമുക്ക് നേരെ കൊണ്ടുവന്ന് ചാർട്ട് എന്നുള്ള സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ ചാർട്ട് എടുത്താൽ ഇഷ്ടമുള്ള ചാർട്ട് അത് ഏത് രീതിയിൽ വേണം, എങ്ങനെ വേണം എന്നുള്ളത് അത് ആ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ആ നമ്മൾ അടിച്ചു കൊടുത്ത ഡേറ്റ നേരെ ചാർട്ടിലേക്ക് വരും. അപ്പൊ നമുക്ക് എന്താ എളുപ്പമില്ലേ? അപ്പൊ അതിനകത്ത് ഞാൻ ചോദിക്കുകയാണ്, ചാർട്ട് നോക്കി എഴുതാൻ എല്ലാവർക്കും അറിയില്ലേ? ചാർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ എന്നിട്ട് അതിന്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യനും തരും നമ്മളോട്. ഇതില് ഏറ്റവും കൂടുതൽ രീതിയിൽ വരുന്ന കുട്ടികൾ ഏത് രീതിയിൽ വരുന്നവരാണ്, അല്ലെ? ഏറ്റവും കുറച്ച് കുട്ടികൾ എങ്ങനെയാ വരുന്നത്? അപ്പൊ ചാർട്ടിൽ നോക്കിയാൽ മതി. ഏറ്റവും മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നത് ഏതാന്ന് നോക്കിയാൽ പോരെ? നമ്മൾ കണക്ക് വായിച്ചു നോക്കണോ? എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ, അല്ലെ? അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഗ്രാഫ് ഏതാന്ന് നോക്കിയാൽ മതി നമുക്ക്. അപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ നടന്നു വല്ല കുട്ടികളാണ് കുറവെങ്കിൽ നമുക്ക് ആ ചാർട്ട് നോക്കിയാൽ മതി, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മള് ഇവിടെ അറേഞ്ച് ചെയ്ത ഡേറ്റകൾ നമുക്ക് നേരെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ പിവോട്ട് ടേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിവോട്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ വട്ടത്തില് ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടത് നിങ്ങൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു വീട്ടില് പല രീതിയിൽ നമ്മള് പൈസകൾ ചെലവഴിക്കുന്നത്, അല്ലെ? നമ്മുടെ ഗ്യാസിന് ഇത്ര ഇത്, വീട്ടാവശ്യങ്ങൾക്ക് ഇത്ര, മറ്റുള്ള പർച്ചേസിന് ഇത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചാർട്ട് പോലെ. അപ്പൊ ഇത്ര ശതമാനം അവിടെ കാണിക്കുന്നത്. മൊത്തം സർക്കിള് 360 ഡിഗ്രി അല്ലെ? അപ്പൊ അതിൽ ഇത്ര 10% ഇതിന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ 50% ഇതിന് ഉപയോഗിക്കുന്നു. അങ്ങനെ മൊത്തം
മൊത്തം ചെലവില് മൊത്തം അവരുടെ ബഡ്ജറ്റിൽ ഓരോ ശതമാനം ഉപയോഗിക്കുന്നതൊക്കെ. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിനാ നമുക്ക് കാൽക്കുലേഷൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ് അല്ലെ, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ആ ചോദ്യത്തിന്റെ ഉത്തരം നോക്കി ആ ചാർട്ടിൽ നിന്ന് വേഗം എടുത്ത് എഴുതാൻ പറ്റും, നമുക്ക് വായിച്ചൊന്നും നോക്കണ്ട. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ ഡേറ്റ വിഷ്വലൈസേഷനും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതിനകത്ത് സ്ട്രോങ് ചാർട്ടിംഗ് ടൂൾ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടാവാം. This make it easy to explain and communicate complex data pattern, trends and relationship. നമുക്ക് അതെന്താ, നമുക്ക് പെട്ടെന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേണുകള്, ട്രെൻഡ്സ്, റിലേഷൻഷിപ്പ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എക്സ്പ്ലെയിൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ചോദിച്ച അപ്പൊ തന്നെ ഗ്രാഫ് നോക്കി നമുക്ക് ആൻസർ പറയാം. വേറെ അവിടെ വായിച്ചൊന്നും നോക്കണ്ട, എഴുതി വെച്ചാൽ നമ്പറോ ഡേറ്റ ഒന്നും നോക്കണ്ട അല്ലെ, നേരെ ചാർട്ട് പോയിട്ട് ഈസി ആയിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇത്ര ശതമാനം പേര് ഈ ഓട്ടോറിക്ഷയ്ക്ക് വരുന്നു, എത്ര ശതമാനം പേര് നടന്നു വരുന്നു ഒക്കെ ചാർട്ട് നോക്കി ക്ലിയർ ആയിട്ട് പറയും. ഇനി അടുത്താണ് ഡേറ്റ മാനേജ്മെന്റ്. എക്സൽ let users effectively manage and manipulate large volume of data. വലിയ ഡേറ്റാസുകള്, വലിയ വോളിയം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു 1000 ഇതുണ്ടെങ്കിൽ അങ്ങനെ, 2000 പേരുണ്ടെങ്കിൽ അത് അങ്ങനെ. അപ്പൊ അത്രയും ലാർജ് വോളിയം ഡേറ്റ എന്താണ് നല്ല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ എക്സൽ അവിടെ ഉപയോഗിക്കാം. വലിയ അളവിലുള്ള ഡേറ്റ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനായിട്ട് എക്സൽ യൂസേഴ്സിനെ അനുവദിക്കുന്നു. ഇറ്റ് ഓഫേഴ്സ് ഫീച്ചേഴ്സ് സച്ച് ആസ്, നമ്മൾ പറഞ്ഞത് തന്നെ, സോർട്ടിംഗ്, എന്തൊക്കെ ഫീച്ചറുള്ള സോർട്ടിംഗ്, ഫിൽറ്ററിംഗ്, ഡേറ്റ വാലിഡേഷൻ, ഡേറ്റ കൺസോളിഡേഷൻ, ഏകീകരണം ആൻഡ് ഡേറ്റ ഇമ്പോർട്ട് ചെയ്യാൻ, കയറ്റുമതി ചെയ്യാൻ, ഇറക്കുമതി ചെയ്യാൻ എന്നിവയിലുള്ള സവിശേഷതകള് ഈ എക്സൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. Make the users able to organize and utilize data effectively. അത് നമ്മളത് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, യൂസേഴ്സിന് നല്ല രീതിയിലുള്ള ഡേറ്റകള് ഓർഗനൈസ് ചെയ്യാനും അത് യൂട്ടിലൈസ് ചെയ്യാനും ഉപയോഗിക്കാനും ഫലപ്രദമായ രീതിയിൽ സംഘടിപ്പിക്കാനും ഉപയോഗിക്കാനും യൂസേഴ്സിനെ പ്രാപ്തമാക്കുന്നു. ഈ ഇതുപോലുള്ള സവിശേഷതകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് യൂസേഴ്സിനെ കാര്യക്ഷമമായി സംഘടിപ്പിക്കാനും ഉപയോഗിക്കാനും പ്രാപ്തരാക്കുന്നു. ഇനി അടുത്തത് ആറാമത്തെയാണ് ഫിനാൻഷ്യൽ അനാലിസിസ്. പറയേണ്ട ആവശ്യമില്ല. ഫിനാൻസ്, ഓഫീസുകളില്, കടയില് ഒക്കെ ഇപ്പൊ ഇതാണ് എക്സൽ എല്ലാം കൂടുതൽ ചെയ്യുന്നത്. എക്സൽ അവിടെ ഫിനാൻസ് കാര്യങ്ങൾ, പണമിടപാടുകളൊക്കെ പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അവിടെ അല്ലെ. ഇത്ര മെറ്റീരിയൽസ് വാങ്ങിച്ച് ഇത്ര ഇതിന്റെ രൂപ, ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് വലിയ രീതിയിലുള്ള ഡേറ്റകൾ പെട്ടെന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിടാൻ പറ്റും. Excel is extensively used in financial analysis and modeling. Financial analysis in Excel ഉപയോഗിക്കാം. It offers specialized function for financial calculation. ഏതൊക്കെയാണ് നാം പറഞ്ഞേക്കുന്നത്? Financial calculation like NPV, net present value. അപ്പൊ നമുക്ക് ആ ഷീറ്റിലുണ്ട്, നമ്മളിപ്പോ മാർക്കറ്റ് വാല്യൂ എത്രയാ, നമ്മൾ മേടിച്ചപ്പോ അതിനുള്ള വാല്യൂ എത്രയാ, പ്രസന്റ് വാല്യൂ എത്രയാ, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. IRR, ഇന്റേണൽ റേറ്റ് റിട്ടേൺ, അതറിയാം. ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്, സാമ്പത്തിക പ്രവചനം, ഇതൊക്കെ നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ ചെയ്യാൻ എക്സൽ ഉപയോഗിക്കുന്നുണ്ട്. വിച്ച് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ, എവിടേക്ക് ഉപയോഗിക്കുന്നത്? ബഡ്ജറ്റിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്. അണ്ടർലൈൻ ചെയ്തിട്ടേതാ? It is widely used in financial analysis ആണ്. മൈക്രോസോഫ്റ്റ് എക്സൽ is widely used in budgeting, ഇതാക്കാൻ, ഫിനാൻഷ്യൽ പ്ലാനിങ്, സാമ്പത്തിക ആസൂത്രണത്തിന്, ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്, ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ചെയ്യാനൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ഷോർട്ട്, മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് എ മൾട്ടി-ഫേസ്ഡ് ആൻഡ് widely used സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. പറഞ്ഞില്ല നമ്മള് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു. മൾട്ടി-ഫേസ്ഡ് ആൻഡ് widely used സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ദാറ്റ് ഫെസിലിറ്റേറ്റ്, എന്തൊക്കെ ഫെസിലിറ്റേറ്റ് തന്നെ? ഡേറ്റ മാനേജ്മെന്റ്, അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ. ഡേറ്റകൾ മാനേജ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, വിഷ്വലൈസേഷൻ, ഗ്രാഫ്, ചാർട്ട് എന്നിങ്ങനെയുള്ള വിഷ്വൽ എഫക്റ്റുകൾ നമുക്ക് തരുന്നു. ഇത്രയും ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. It wide features, formulas and function make it an inevitable tool for business, finance professional, and analytics researchers and individual who work with the data. അപ്പൊ അതിന്റെ പ്രത്യേക ഫീച്ചർ എന്താ പറഞ്ഞേക്കുന്നത്? വൈഡ് ഫീച്ചേഴ്സ്. ഇത് വൈഡ് ഫീച്ചർ, ഫോർമുല ആൻഡ് ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞില്ലേ ഫോർമുലാസ് ക്രിയേറ്റ് ചെയ്യാൻ,
ഫങ്ഷൻസുകൾ, പ്രവർത്തനങ്ങൾ, ഇപ്പൊ സമ്മൊക്കെ കാണണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ ആ ഒരു സവിശേഷതകൾ ഉള്ളത് കൊണ്ട് ഇതിന് ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു ഇതാണ്, ടൂളാണ്. എവിടെ? ബിസിനസ്സിൽ ഉപയോഗിക്കുന്നു, ഫിനാൻസ് പ്രൊഫഷണലുകള്, അനലിസ്റ്റിക്സ്, റിസർച്ചേഴ്സ്, ഇൻഡിവിജ്വൽ വർക്കിംഗ് ഡേറ്റ കൈകാര്യം ചെയ്യുന്ന വ്യക്തികള് എന്നിവർക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ഈ എക്സൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? എക്സൽ അതിന്റെ വിശാലമായ സവിശേഷതകളും ഫോർമുലാസും ഫങ്ഷൻസും ഒക്കെ ഈ ബിസിനസ് രംഗത്തും ഫിനാൻഷ്യൽ പ്രൊഫഷണൽക്കും അനലിസ്റ്റിക്കിലും റിസർച്ചേഴ്സിനും ഇൻഡിവിജ്വൽ ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനും ഒക്കെ അതവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇൻഎവിറ്റബിൾ അനിവാര്യമായിട്ടുള്ള ഒരു ടൂളാണ് എക്സൽ. അതിന്റെ ഫീച്ചർ എന്താണെന്ന് നോക്കിയേ, ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്. വൈഡ് ഫീച്ചേഴ്സ്, ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് ആണ് അതിനെ ഇൻഎവിറ്റബിൾ ടൂൾ ആക്കിയത്. അനിവാര്യമായിട്ടുള്ള ടൂളാണ്. ബിസിനസ്സിനൊക്കെ ഇതെന്തായാലും വേണം. എക്സലിലാണ് അവരെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓഫീസിലോ അതിങ്ങനെയൊക്കെ പോയി കാണാം. അവർ ആ സ്പ്രെഡ്ഷീറ്റ് എടുത്തിട്ട് ഷീറ്റിലാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫോർമുല ക്രിയേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കണ്ടോ, ഇതാണ് അതിന്റെ ഇതെന്ന് പറയുന്നത്. കണ്ടോ, മൈക്രോസോഫ്റ്റ് സ്റ്റോക്ക് തന്നിട്ട് അതിന്റെ സിംബലുകള്, പിന്നെ ഡേറ്റ അക്വേർഡ്, ഷെയർ, ഇനിഷ്യൽ പ്രൈസ് പെർ ഷെയർ, ഇനിഷ്യൽ കോസ്റ്റ്, കറണ്ട് പ്രൈസ്, കണ്ടോ, കറണ്ട് വാല്യൂ, ഗെയിൻ ലോസ്, പെർസെന്റേജ്, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ, നമ്മളത് റോസും കോളംസും ഉണ്ട്, പെട്ടെന്ന് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാനും പറ്റും. ഇനി ഹോസ്പിറ്റലിന്റെ ആപ്ലിക്കബിലിറ്റി പെട്ടെന്ന് നോക്കാം. 4 ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്. ഒന്നാമത്തെ ഇത് പറഞ്ഞതൊക്കെ തന്നെയാണ് വരുന്നത്. നോക്കാം എവിടെയൊക്കെയാണ് ഡേറ്റ മാനേജ്മെന്റ്. MS Excel offers strong tool for controlling and analyzing vast amount of data. അണ്ടർലൈൻ ചെയ്തിട്ടേ, MS Excel offers strong tool for controlling and analyzing vast amount of data. വലിയ ഒരു ചെറിയ ഡേറ്റ ഒന്നുമല്ല, വലിയ എമൗണ്ടിലുള്ള വലിയ ഡേറ്റാസുകളൊക്കെ കുറെ, 1000 എണ്ണം, ഒരു 2000 എണ്ണം, അങ്ങനെയുള്ള വലിയ ഡേറ്റാസ്, വാസ്റ്റ് എമൗണ്ട് ഡേറ്റാസ് കൺട്രോൾ ചെയ്യാനും അനലൈസ് ചെയ്യാനുമുള്ള ഒരു സ്ട്രോങ് ടൂളാണ് MS Excel. ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ഓക്കെ, hospital record, patient information, financial data and the inventory management can be all be effectively planned and stored in Excel spreadsheet. Underline ചെയ്തിട്ട് അതും കൂടി, ഹോസ്പിറ്റൽ റെക്കോർഡുകള്, പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ്, ഫിനാൻഷ്യൽ ഡേറ്റ, ഇൻവെന്ററി മാനേജ്മെന്റ്, ഇതൊക്കെ എങ്ങനെയാ നമുക്ക് എക്സൽ സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് ഫലപ്രദമായി പ്ലാൻ ചെയ്യാനും അത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇതെല്ലാം നമ്മൾ എക്സൽ ഷീറ്റിൽ ചെയ്യണേ കേട്ടോ. ഹോസ്പിറ്റൽ റെക്കോർഡുകൾ സൂക്ഷിക്കാം, പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ എക്സലിൽ ചെയ്യാം, ഫിനാൻഷ്യൽ സാമ്പത്തികപരമായിട്ടുള്ള ബില്ല് കാര്യങ്ങളൊക്കെ ഇല്ലേ, അവരടയ്ക്കുന്ന ക്യാഷ്, ഇപ്പൊ ഫാർമസിയിലൊക്കെ ആണെങ്കിൽ മരുന്നുകൾ, അതിന്റെ എമൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങള്, ഇൻവെന്ററി, വിവര പട്ടികകള് ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് നല്ല ഫലപ്രദമായ രീതിയിൽ പ്ലാൻ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും നമുക്ക് എക്സൽ സ്പ്രെഡ്ഷീറ്റിലൂടെ പറ്റുന്നു. These software functionaries like sorting, പറഞ്ഞത് തന്നെ, സോർട്ട് ചെയ്യാം, ഫിൽറ്റർ ചെയ്യാം, data validation makes you able to effectively find and analyze data, providing valuable insight for decision making and result. വലിയ അളവിലുള്ള ഡേറ്റ നിയന്ത്രിക്കാനും അത് വിശകലനം ചെയ്യാനും ശക്തമായ ടൂളുകൾ ഈ MS Excel വാഗ്ദാനം ചെയ്യുന്നു. ഓക്കെ, ഡേറ്റാസ് പറഞ്ഞു, സോഫ്റ്റ്വെയർ ഫംഗ്ഷനിലേക്ക് സോർട്ടിംഗ്, ഫിൽറ്ററിംഗ്, ഡേറ്റ വാലിഡേഷൻ എന്നിവ പോലുള്ള ഈ സോഫ്റ്റ്വെയർ പ്രവർത്തനങ്ങൾ ഫലപ്രദമായിട്ട് കണ്ടെത്താനും വിശകലനം ചെയ്യാനും നമ്മളെ പ്രാപ്തരാക്കുന്നു. നമുക്ക് അതിനനുസരിച്ചുള്ള ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കുന്നതിനും റിസോഴ്സ് അനുവദിക്കുന്നതിനുമുള്ള ഒരു വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നു. ആൻഡ് മേക്ക് us able to effectively find and analyze data. ഡേറ്റകൾ ഫലപ്രദമായ രീതിയിൽ കണ്ടെത്താനും അത് അനലൈസ് ചെയ്ത് വിശകലനം ചെയ്യാനും, പിന്നെ പ്രൊവൈഡിങ് വാല്യുബിൾ ഇൻസൈറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. തീരുമാനം എടുക്കാനായിട്ട് വലിയ കാര്യങ്ങൾ, അതിലൊരു പെട്ടെന്നൊരു നമുക്ക് ഡിസിഷൻ എടുക്കാൻ ഇതാണ്
തീരുമാനങ്ങൾ എടുക്കുന്നതിനും റിസോഴ്സ് എന്തൊക്കെ റിസോഴ്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. റിസോഴ്സ് അനുവദിക്കുന്നതിനും വിലപ്പെട്ടുള്ള ഉൾക്കാഴ്ചകൾ ഈ എക്സൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെയാണ് ഇതിനകത്ത് ഒന്നാമത്തെ സെന്റൻസും രണ്ടാമത്തെ സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ് ഫസ്റ്റും സെക്കൻഡും ലൈനും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇനി പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ്. പേഷ്യന്റ് ഷെഡ്യൂൾ ചെയ്യില്ല, നമ്മൾ അപ്പോയിന്റ്മെന്റ് വിളിച്ച് പറയൂലേ, അപ്പോയിന്റ്മെന്റ് ഡോക്ടറിനെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാനും നമ്മുടെ ആ സമയം ഷെഡ്യൂൾ ചെയ്യാനൊക്കെ നമുക്ക് എക്സൽ ഉപയോഗിക്കാം. എക്സൽ ക്യാൻ ബി പുട്ട് ഇൻ യൂസ് ടു ക്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ, ട്രാക്ക് പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് ട്രാക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ എത്രാമത്തെ പേഷ്യന്റ് എത്തി, ഇനി എത്ര അപ്പോയിന്റ്മെന്റ്സ് അവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ ട്രാക്ക് ചെയ്യാൻ, ആൻഡ് ഓർഗനൈസ് ഡോക്ടേഴ്സ് ഷെഡ്യൂൾ, ഡോക്ടറിന്റെ ഷെഡ്യൂൾ ഒക്കെ ഓർഗനൈസ് ചെയ്യാനും സംഘടിപ്പിക്കാനും ഒക്കെ ഇത് എക്സൽ ഉപയോഗിക്കാം. അത് സിമ്പിൾ ആണ്. പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ്, പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂള് ട്രാക്ക്, പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ്സ് ട്രാക്ക് ചെയ്യാൻ, ഓർഗനൈസ് ഡോക്ടർ ഷെഡ്യൂൾ ഒക്കെ ഓർഗനൈസ് ചെയ്യാനും എക്സൽ ഉപയോഗിക്കാം. പിന്നെ അടുത്തതാണ് പഠിച്ചതൊക്കെ തന്നെയാണ് ഈ പറയുന്നത് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻസ്. ബഡ്ജറ്റിംഗ്, ഫിനാൻസ്, Excel calculation features and formula make it a typical tool for budgeting and financial analysis in hospital setting. Underline ചെയ്തിട്ട് sentence. എക്സൽ കാൽക്കുലേഷൻ ഫീച്ചർ, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫീച്ചർ എക്സലിന് മാത്രമേ ഉള്ളൂ. പവർ പോയിന്റിലൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എക്സലിന്റെ പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഫീച്ചർ, ഒരു സെക്കൻഡ് മതി നമുക്ക് അതിന്റെ സം. ഒരു 10,000 ഡേറ്റ ഉണ്ട്, അതിന്റെ സമ്മ് കാണണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 1000 പേരുടെ മാർക്ക് കൂട്ടി എഴുതണം, അത്രയും ഒരു സെക്കൻഡിൽ കൂടി ചെയ്യാം. നമ്മൾ മെച്ചതൊക്കെ ആണെങ്കിലോ വേർഡിലൊക്കെ ആകുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യണം 15A+, 30A+, അങ്ങനെ എത്ര വാല്യൂ ഉണ്ട്, പ്ലസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരൊറ്റ സെക്കൻഡ് മതി. ജസ്റ്റ് എല്ലാരും ഒന്ന് ഡ്രാഗ് ചെയ്തെടുക്കുക, സെലക്ട് ചെയ്യുക, ഓട്ടോസം കൊടുക്കുക, ആൻസർ അവിടെ കിട്ടി. കണ്ടോ, അതാണ് പെട്ടെന്നുള്ള കാൽക്കുലേഷൻ ഫീച്ചേഴ്സ്. എക്സൽ കാൽക്കുലേഷൻ ഫീച്ചേഴ്സ് ആൻഡ് ഫോർമുല മേക്ക് typical tool for budgeting and financial analysis in hospital setting. രണ്ട് ഫീച്ചറാ പറഞ്ഞേക്കണം കേട്ടോ. By formatting spreadsheet for budget planning, expense tracking, revenue projection and cost analysis, we can better handle finance, identify area for improvement and make it an informed financial decision. Okay. ബഡ്ജറ്റിംഗ് നമ്മൾ തയ്യാറാക്കാൻ, എക്സ്പെൻസ് ട്രാക്കിംഗ്, റവന്യൂ പ്രൊജക്ഷൻ, കോസ്റ്റ് അനാലിസിസ് എന്നിവയ്ക്കായിട്ട് ഈ സ്പ്രെഡ്ഷീറ്റ് രൂപപ്പെടുത്തുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മികച്ച രീതിയിൽ ഫിനാൻസ് നമുക്ക് കൈകാര്യം ചെയ്യാം. കണ്ടോ, വി ക്യാൻ ബെറ്റർ ഹാൻഡിൽ ഫിനാൻസ്. നമുക്ക് ആ രീതിയിൽ ഫിനാൻസ്, സാമ്പത്തികമായിട്ടുള്ള പണമിടപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ അവിടെ ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല അല്ലെ. നമ്മൾ ചിലപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്പറൊക്കെ മാറിക്കൊടുത്തു കഴിഞ്ഞാല് ചിലപ്പോൾ അതിന് തെറ്റ് വരാം. ഇതെന്ന് പറഞ്ഞാൽ ബെറ്റർ, നല്ല രീതിയിൽ ഇതൊക്കെ നമ്മൾ ഇത് ക്ലിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫിനാൻസ് മാനേജ് ചെയ്യാം. പിന്നെ അടുത്തത് പുരോഗതിയുടെ മേഖലകള്, എക്സ്പെൻസ് ട്രാക്കിംഗ് ആൻഡ് റവന്യൂ പ്രൊജക്ഷൻ. പുരോഗതിയുടെ മേഖലകൾ തിരിച്ചറിയാം, സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുക, കോസ്റ്റ് അനാലിസിസ്, ഇതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഇംപ്രൂവ്മെന്റിനുള്ള ഏരിയ ഏതാണ്, ഏറ്റവും മോശമായിട്ട് കിടക്കുന്നത്, അപ്പൊ അത് നമുക്ക് ഇംപ്രൂവ് ചെയ്യണം, അത് ഏത് ഏരിയ ആണ്. പിന്നെ ഫിനാൻഷ്യൽ ഡിസിഷൻ, നമുക്കത് ഫിനാൻഷ്യൽ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ടും നമുക്ക് എക്സൽ ഉപയോഗിക്കാം. അതിനകത്ത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം ഫീച്ചേഴ്സ്. പിന്നെ അടുത്തത് നാലാമത്തെ ഒരെണ്ണം കൂടി അതിനകത്ത് പറയുന്നുള്ളൂ, ഇൻവെന്ററി മാനേജ്മെന്റ്, വിവര പട്ടികകള്. എക്സൽ ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ആൻഡ് മാനേജ് ഇൻവെന്ററി വിച്ച് ഇൻക്ലൂഡ്, ഏതൊക്കെയാ ഇൻവെന്ററി, ഏതാ വിവരപ്പടി, മെഡിക്കൽ സപ്ലൈ, equipment and pharmaceuticals. മെഡിക്കൽ സപ്ലൈകൾ, ഇപ്പൊ നമ്മള് ഫാർമസി ചെന്നു വേണ്ട, നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ, അത് നിങ്ങൾക്ക് അറിയാലോ, എല്ലാവരും പോയിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മരുന്ന് നമ്മൾ പറയാണ് അവരോട്, ഈ മരുന്ന് അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പറയും. പെട്ടെന്ന് തന്നെ അറ്റ് മൊമെന്റ് അവർ എന്റെ കമ്പ്യൂട്ടറിലേക്ക് നോക്കി ജസ്റ്റ് ആ മരുന്നിന്റെ ഇത് അടിച്ചോണ്ട് പറയും, അയ്യോ തീർന്നല്ലോ, അവിടെ സ്റ്റോക്ക് ഇല്ല അല്ലെ. അല്ലെങ്കിലോ എല്ലാ ബോക്സും ഷെൽഫും തപ്പണം അവര്, ആ മരുന്നുണ്ടോന്ന്. അവർക്കറിയാം എന്താ എത്ര മരുന്നുകൾ അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഫാർമസിയിലാണ് ഏതൊക്കെ മരുന്നുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, എത്ര എണ്ണം ഉണ്ട്,
അവിടെ എക്യുപ്മെന്റ്സുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്ര എക്യുപ്മെന്റ്സ് കൊടുക്കേണ്ട, ഫാർമസിയുടെ മരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരു വിവര പട്ടികകളും അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് മരുന്നിന് ചെന്ന് സ്റ്റോക്കില്ല തീർന്നു, പെട്ടെന്ന് കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്ത് അറിയാലോ. നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ മരുന്ന് വാങ്ങാൻ ചെല്ലുമ്പോൾ അല്ലെ, ഏത് മരുന്നാ വേണ്ടേ ആ ബില്ല് കൊടുത്തു കഴിയുമ്പോൾ അവര് പെട്ടെന്ന് തന്നെ നെറ്റിൽ സെർച്ച് ചെയ്യും, ആ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്യും മരുന്ന് ഉണ്ട് കേട്ടോ ഇപ്പൊ തരാം വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് എന്താ അതിന്റെ വില അവിടെ ഉണ്ട്, അപ്പൊ എത്ര രൂപയാന്ന് ആ അറ്റ് ദ മൊമെന്റ് അപ്പൊ തന്നെ പറയൂലേ. പിന്നെ എന്നിട്ടാണ് ജസ്റ്റ് നോക്കി നമ്മളോട് വില പറഞ്ഞിട്ടാണ് മിക്കടുത്ത് പോയി അവര് ഷെൽഫിൽ നിന്ന് ആ മെഡിസിൻ എടുത്തോണ്ട് തന്നെ. സിസ്റ്റത്തിലെല്ലാം ആ ഇൻവെന്ററി അവിടെ ആ വിവര പട്ടിക സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ മരുന്ന് സ്റ്റോക്ക് ഉണ്ടോ, അവിടെ അവൈലബിൾ ആണോ എന്ന് അറിയാനും അതിന്റെ വിലയും പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ബൈ കീപ്പിംഗ് കറക്റ്റ് റെക്കോർഡ് ഓഫ് സ്റ്റോക്ക് ലെവൽ, എക്സ്പയറി ഡേറ്റ്, അതുപോലെ എക്സ്പയറി ഡേറ്റ് നമുക്കിപ്പോ സ്റ്റോക്ക് ഒക്കെ മാറ്റണ്ടേ. ബൈ കീപ്പിംഗ് കറക്റ്റ് റെക്കോർഡ് സ്റ്റോക്ക് ലെവൽ, എത്രത്തോളം മരുന്ന് അവിടെ സ്റ്റോക്ക് ഉണ്ട്, എക്സ്പയറി ഡേറ്റ് ആൻഡ് റീ ഓർഡറിംഗ് ത്രെഷ്ഹോൾഡ്. വി ക്യാൻ അവോയ്ഡ് സ്കേർസിറ്റി ഓവർ സ്റ്റോക്കിംഗ്, ഒപ്റ്റിമൈസ് ഇൻവെന്ററി ടേൺ ഓവർ ആൻഡ് റിഡ്യൂസ് കോസ്റ്റ്. ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കും, അപ്പൊ അവര് എക്സ്പയറി കഴിഞ്ഞതൊന്നും വെക്കാൻ പറ്റൂല്ലോ അല്ലെ. എക്സ്പയറി കഴിഞ്ഞതൊന്നും വെക്കാൻ പറ്റില്ല. അപ്പൊ എക്സ്പയറി കഴിഞ്ഞ മരുന്നുകൾ അതിൽ നിന്ന് അവിടെ നിന്ന് മാറ്റാനായിട്ട് പിന്നെ നമുക്ക് നോക്കാം. അപ്പൊ ഇടയ്ക്ക് നമുക്ക് അതൊന്ന് ഇൻവെന്ററി കയറി അവിടെ ആ ഇതിനകത്ത് കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും എത്ര മരുന്ന് സ്റ്റോക്ക് ഉണ്ട് അല്ലെ, എത്ര മരുന്ന് അവിടെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റോക്ക് കുറവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ ഇനി ഓവർ സ്റ്റോക്കിംഗ് വരൂല. നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മതി, ഈ മരുന്ന് ഇപ്പൊ ഒരു 100 എണ്ണം അവിടെ ഉണ്ട്, ഇപ്പൊ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഉണ്ട്, ഇനി അത് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. അതൊക്കെ അങ്ങനത്തെ കാൽക്കുലേഷൻസ് ഒക്കെ പെട്ടെന്ന് ഈസി ആയിട്ടൊക്കെ നമുക്ക് എക്സൽ ഷീറ്റിൽ ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ നോക്കിയ സ്റ്റോക്ക് ലെവല്, എക്സ്പയറി ഡേറ്റ്, റീ ഓർഡറിംഗ് ത്രെഷ്ഹോൾഡ് എന്നിവയുടെ ശരിയായ രേഖകള് അവിടെ സ്റ്റോർ ചെയ്യുന്നതോടെ നമുക്ക് ദൗർലഭ്യമായിട്ട് സ്കേർസിറ്റി, ദൗർലഭ്യമോ അമിതമായിട്ടുള്ള സ്റ്റോക്ക് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഓവർ സ്റ്റോക്കിങ്ങിന്റെ ആവശ്യമില്ല, നമ്മൾ ആ ഒരു പട്ടിക എപ്പോഴും അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ മരുന്ന് കുറവുള്ളത് മാത്രം നമുക്ക് ഓർഡർ ചെയ്താൽ മതിയാവും അല്ലെ. അങ്ങനെ അമിത സ്റ്റോക്കിംഗ് ഒഴിവാക്കാനും ഇൻവെന്ററി വിറ്റുവരവ് ഒപ്റ്റിമൈസ് ചെയ്യാനും കോസ്റ്റ് കുറയാനും ഒക്കെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എക്സൽ എവിടേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻസ് അനാലിസിസ്, ഇൻവെന്ററി മാനേജ്മെന്റ്. ഈ 4 ഇതിനകത്ത് എക്സൽ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുന്ന കാര്യമാണ്. ലാസ്റ്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് മരുന്നുകളുടെ ലിസ്റ്റ് ഒക്കെ പെട്ടെന്ന് അവിടെ ഉണ്ട്, എല്ലാവരും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ അതനുസരിച്ച് അയ്യോ ആ മരുന്നിന്റെ സ്റ്റോക്ക് കുറവാണ്, അത് ഇത്രേ ഉള്ളൂ, പെട്ടെന്ന് അവിടെ എത്തിക്കണം, അത് നമുക്ക് പറയാം അല്ലെ. അപ്പൊ നമുക്ക് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്കത് വിവരം കൊടുക്കാം. അപ്പൊ എപ്പോഴും അവിടെ എന്തുണ്ടാവും, ആ ഒരു പട്ടിക ഉണ്ടാവും, ഒരു വിവര പട്ടിക ഉണ്ടാവും അവിടെ, ഇൻവെന്ററി ഉണ്ടാവും അവിടെ. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് ഓവർ സ്റ്റോക്കിങ്ങും നമുക്ക് വരണ്ട, സ്കേർസിറ്റി വരാതെ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. ഇനി ഒരു 2 സെക്ഷനും കൂടി ഉള്ളൂ അവിടെ. നമുക്ക് ലാസ്റ്റ് അതൊരു 2 ക്ലാസ്സിലേക്ക് നിൽക്കാവുന്നേ ഉള്ളൂ. ഇന്റർനെറ്റ് അത് എളുപ്പമാണ്, ഇങ്ങോട്ട് എനിക്ക് വേണമെങ്കിൽ പറഞ്ഞു തരും. ഇന്റർനെറ്റ് യൂസ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? നെറ്റ് യൂസ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ. ഫോണിൽ എപ്പോഴും നമ്മൾ നെറ്റ് യൂസ് ചെയ്ത് ഓരോന്ന് സെർച്ച് ചെയ്ത് ഓരോ ഇതൊക്കെ കാണുന്നതാണ്. ഇന്റർനെറ്റ് ആണ്, അതിന്റെ ഇമെയില് എല്ലാവർക്കും ഉണ്ട്, മെയിൽ ഐ ഡി അല്ലെ, മെയിൽ ഐ ഡി സംഭവങ്ങൾ. പിന്നെ വെബ് ബ്രൗഷേഴ്സ് ആണ്, അതൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ, വെബ് ബ്രൗഷേഴ്സ്. പിന്നെ അടുത്തത് പിന്നെ ഒരെണ്ണം തന്നേക്കുന്ന ഓൺലൈൻ സെക്യൂരിറ്റി. അത് നമ്മൾ ഈ പല ആളുകളൊക്കെ നമ്മളെ ഒരു ഹാക്കേഴ്സ് ഒക്കെ നമ്മളെ ട്രാപ്പിലാക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, വേറെ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, ഫിഷിങ് എന്നുള്ളതൊക്കെ. അങ്ങനെയുള്ള കുറച്ച് കാര്യം കൂടി അതിനകത്ത് വന്നുള്ളൂ. ഇതെല്ലാം ജനറൽ ആണ്. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. MS വേർഡ്, എക്സൽ, പവർ പോയിന്റ്. ഇത് 3 നോക്കുക. എവിടെയൊക്കെയാണ് അതിന്റെ ഫീച്ചർ എന്താണ്, ഹോസ്പിറ്റലിൽ എവിടെയൊക്കെയാണ് അത് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ 3 നോക്കിയത് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും, ഇപ്പൊ ക്ലാസ്സിന്റെ മാത്രമല്ല, ഇത് കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് അത് തന്നെ വീട്ടിൽ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫോണിൽ കൂടെ തന്നെ കയറി ഓരോ ഇത് സോഫ്റ്റ്വെയറും നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ നോക്കി പഠിക്കാം. ഈ 2 ക്ലാസ്സോടുകൂടി നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീർക്കാം. എന്നിട്ട് ഇത് സമയമുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും സമയമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ആയിക്കോളും. ഓക്കെ, എന്നാ ക്ലാസ് വൈകിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.
നെക്സ്റ്റ് ക്ലാസ് കാണാം നമുക്ക്.